ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നേ ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നിച്ച് വീഡിയോ എടുത്തുകൊണ്ട് നമുക്കത് അൺബോക്സ് ചെയ്യാമെന്നുള്ളത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിൻ ആർട്ടിൻ്റെ കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. ഞാൻ റെസിൻ ആർട്ട് ചെയ്തതിൻ്റെ ഒരു വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് നേരത്തെ. അപ്പം അത് കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്ത് നമുക്കൊന്ന് വർക്ക് ചെയ്യാം, നേരെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലോടാണ് ഇത് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ സെക്ഷൻ്റെ നമ്മുടെ ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ട്. അപ്പോൾ അൺബോക്സ് ചെയ്താലോ? അതെ, നമുക്ക് കണ്ണൂരിൽ നിന്നാണ് വന്നേക്കുന്നത് കേട്ടോ ഐറ്റംസ്. ഇതാണ് ഐറ്റം. നമ്മൾ ആക്ച്വലി 3 days മുമ്പാണ് ബുക്ക് ചെയ്തത് കേട്ടോ. അത് നമുക്കൊരു 3 ദിവസത്തിൽ തന്നെ നമ്മുടെ കയ്യിലെത്തി. അപ്പം ഫസ്റ്റ് റെസിൻ ആർട്ടിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യം തന്നെ എടുത്തു. റെസിനും ആൻഡ് ഹാർഡ്നറും ആണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അത് 1 kg ആണ്, രണ്ടും കൂടെ ഒന്നിച്ച്. ആൻഡ് മാസ്ക്, ഇത് ക്ലോക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ. ആൻഡ് ത്രാസ് വെച്ച് അളന്നാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത്. സ്റ്റിക്ക്, കപ്സ്, ഇത് നമുക്ക് ഉണക്കാൻ പറ്റുന്ന ഗണ്ണ് പോലുള്ള ഐറ്റംസ്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, നമ്മുടെ വീഡിയോസിൽ നെക്സ്റ്റ് വരുന്നതായിരിക്കും. ഇത് നമ്മുടെ ഏറ്റവും റെസിൻ ആർട്ടിൽ നമുക്ക് കൂടുതൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ആ ഒരു സീ ആർട്ടിൻ്റെ അതിന് വേണ്ടിയുള്ള സംഭവമാണ് കേട്ടോ. ഇത് കീ ചെയിൻ മോൾഡാണിത്. ഇതുണ്ട്, ഇത് നമ്മുടെ ഇത് സംഭവം ക്ലോക്കിൻ്റെ ആയിരുന്നു, കളഞ്ഞേനെ ഇപ്പം. ഇത് ഐറ്റംസ് നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ഉള്ളതാണ് ഇതിങ്ങനെ ഇത് ഒട്ടിക്കുന്നത്. അപ്പം ഗ്ലൗസ്, ഇതാണ്ട് ക്ലോക്കിൻ്റെ എല്ലാ ഐറ്റംസും, സ്റ്റിക്സ്, ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ 20 ഐറ്റംസാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത് കേട്ടോ. അപ്പം എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. കുറിച്ചൊക്കെ ഇനിയുള്ള ഡീറ്റെയിൽ വീഡിയോസ് നമ്മൾ പുറകെ ഇടുന്നതായിരിക്കും കേട്ടോ. ഓരോ ദിവസങ്ങളും കഴിഞ്ഞ് നമ്മളിതൊക്കെ ഓരോന്ന് സെറ്റായിട്ട് ഇതെല്ലാം നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള ആർട്സൊക്കെ ഇഷ്ടമാണെങ്കിലേ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.